നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ ബേസ്ഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഐറ്റം. ഭയങ്കര നമ്മുടെ ഒറിജിനൽ ആ ഒരു ഇതുപോലെയല്ല, ഇത് നല്ല കേട്ടോ, കാണാൻ നല്ലതാണ്. ടോപ്പ് കാണാൻ ഭയങ്കര രസമാണ്. ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ടോപ്പിൻ്റെ കളേഴ്സ് എല്ലാം ഏകദേശം ഈ ഒരു പിങ്ക്, പീച്ച് അങ്ങനത്തെ ഷെയ്ഡ്സ് മാത്രമാണ് കേട്ടോ. വേറെ ഷെയ്ഡ്സ് ഒന്നുമില്ല. അതിൻ്റെ ദുപ്പട്ട മാത്രം കോൺട്രാസ്റ്റിൽ കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വന്നേക്കുന്നത് ഇതിൻ്റെ അകത്തെ സെൻറ്ററിലെ കളറില്ലേ, ആ ഒരു ബേജ് പോലത്തെ കളറാണ് കേട്ടോ. ഇതും നല്ലതാണ്. എല്ലാ ഷെയ്ഡ്സും മെയിൻ കളറെല്ലാം നമ്മൾ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് കളേഴ്സിൽ മാത്രമാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺട്രാസ്റ്റ് പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൽ ഏതാണോ ഇഷ്ടമുള്ളത് അങ്ങനെ നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ടോപ്പിൻ്റെ കളർ നല്ല രസമുള്ളൊരു പിങ്കിഷ് പീച്ച് കളറാണ്. ഇതിൽ സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ എന്താ പറയുക, ഡയമണ്ട് ടൈപ്പ് ഡിസൈനാണ് മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. ഒരുപാട് ലെങ്തി അല്ല, എനിക്ക് തോന്നുന്നു 44 ആ ഒരു അടുത്തേ ഉള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് എൻ്റെ ഹൈറ്റിലൊക്കെ ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സൈറ്റിൽ പോവുക. അതായത് സൈറ്റിൽ പോകാൻ വേറെ നിങ്ങൾ തപ്പിപ്പോകണ്ട. എല്ലാ വീഡിയോസിൻ്റെയും അകത്ത് ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിൽ ചെല്ലും. സൈറ്റിനകത്ത് ആ ഒരു ഫോട്ടോയും അതിൻ്റെ അടിയിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ എല്ലാം ലെങ്ത് എത്രയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് നോക്കുക. അതിൻ്റെ അകത്ത് ലെങ്ത്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബൈനോ നേരെ അവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലോട്ട് തന്നെ അവൈലബിലിറ്റി കിട്ടും. പിന്നെ നോർമലി ചെയ്യുന്നത് ഗൂഗിൾ പേ, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ മതി കേട്ടോ. അതാണ് കുറച്ച് ഈസി മെത്തേഡ്. ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമ്പോൾ കറക്റ്റായിട്ട് ബാർകോഡ് കാണുന്ന രീതിയിൽ അയച്ചാൽ മതി. എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അതങ്ങ് അയച്ചു തരുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇല്ലെങ്കിൽ ലിങ്കിൽ കയറിയാൽ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു ലുക്ക്. നോർമൽ ദുപ്പട്ടയാട്ടോ. ദുപ്പട്ട ഗഡ്വാൾ ദുപ്പട്ട നോർമൽ ദുപ്പട്ടയാണ്. ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതുപോലെ വരും. ദുപ്പട്ടയുടെ സെയിം കളർ നമുക്ക് ബോട്ടത്തിനും കൊടുത്തിട്ടുണ്ട്. സാറ്റിൻ സിൽക്കാണ് ഫാബ്രിക്. നമ്പർ W424, റേറ്റ് 840 രൂപ മാത്രമേ ഉള്ളൂ. 840. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്ന ഇതാട്ടോ. ഇതും ഓൾമോസ്റ്റ് മുമ്പേ കാണിച്ചതുമായിട്ട് ചെറിയ വേരിയേഷൻ ഉള്ളൂ. എല്ലാത്തിലും ഒരു ടിഷ്യൂവിൻ്റെ എഫക്റ്റ് കൂടെ ഉണ്ട്. നല്ല ആട്ടോ നേരിട്ട് കാണാൻ. അപ്പോൾ ഇതിന് നമുക്ക് സെൽഫ് ഡിസൈൻ കാണാനില്ല, ഒരുപാട് ചെറുതായിട്ട് കാണും. അങ്ങനെ വിസിബിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ല. അപ്പോൾ ഇതിൽ പീച്ച് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ നോർമൽ പീച്ച് അല്ല, കുറച്ച് പിങ്ക് ടോൺ വരുന്നുണ്ട്. ഫസ്റ്റ് കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ ഒരു പീച്ച് കളർ കൂടുതലാന്നേ ഉള്ളൂ. നമ്മുടെ മെയിൻ ഷെയ്ഡ്സ് എല്ലാം ഇതിങ്ങനെ പിങ്ക്, പീച്ച് അങ്ങനത്തെ സൈസ് ഷെയ്ഡ്സ് എല്ലാം കൊടുത്തേക്കുന്നത്. യോക്ക് പോർഷനിൽ കൊടുത്തേക്കുന്നതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ദുപ്പട്ട വരുന്നത്. ഇതുണ്ട്. ഇതിൻ്റെ ആ ഒരു അകത്തെ ഷെയ്ഡ് അനുസരിച്ചാണ് ദുപ്പട്ട പോയേക്കുന്നത്. ഗഡ്വാൾ ദുപ്പട്ട കേട്ടോ. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഹൈറ്റിലൊക്കെ നോക്കിയേക്കണം. ബോട്ടം ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡ് തന്നെ. നമ്പർ W422, റേറ്റ് 840. അടുത്ത് വരുന്നത് ഇതും ഓൾമോസ്റ്റ് ആ കളറാണ്. ഡാർക്ക് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് എന്ന് പറയാം. അതിലും സെൽഫ് ഡിസൈൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാവോ? ഇത് നല്ല രസമുള്ള പ്രിൻ്റാണ്. ഒരുപാട് ഓവറായിട്ട് നിൽക്കത്തില്ല, ചെറുതായിട്ടേ ഉള്ളൂ. ഫ്രണ്ട് പോർഷനിൽ മുമ്പേ കാണിച്ച പോലെ തന്നെ ഏകദേശം ആ ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഇതിന് ആഷ് കളറാണ് കേട്ടോ. ഗ്രേ മിക്സ് ആയിട്ടുള്ള ആഷ് കളറാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. അതായത് ഫ്ലവറിൻ്റെ കളറാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം ആ സെയിം കളർ തന്നെ. ബാക്കി മൊത്തത്തിൽ ഈ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്പർ W421, റേറ്റ് 840. ഇതും ആ ഒരു ഒനിയൻ പിങ്ക് കൂട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ 4 ഷെയ്ഡ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. അപ്പോൾ ഇതിലും ഉണ്ട് കേട്ടോ. കുഞ്ഞായിട്ട് ആ ഒരു സെൽഫ് പ്രിൻറ്റ് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, എന്നാലും ഉണ്ട് കേട്ടോ. പ്രിൻ്റ് ഉണ്ട് എല്ലാത്തിലും. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിൽ ഇതിനൊരു യെല്ലോ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ഭയങ്കര ബ്രൈറ്റർ യെല്ലോ അല്ല, കുറച്ചൊരു ബ്രൗണിഷ് യെല്ലോ കളർ. യോക്കിൽ കൊടുത്തേക്കുന്ന ആ ഒരു പ്രിൻറ്റും കാണാൻ നല്ല രസമുണ്ട്. കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് വർക്ക് അതെല്ലാത്തിനും ഉണ്ട് കേട്ടോ. പറയാൻ മറന്നുപോയത്. ബോട്ടം സെയിം ദുപ്പട്ടയുടെ സെയിം കളർ തന്നെ. ഒരു ഗ്രീനിഷ് യെല്ലോ എന്നും വേണേൽ പറയാം കേട്ടോ. നല്ല ബ്രൗണിഷ് യെല്ലോ ആണ്. പിന്നെ നമ്പർ W423, റേറ്റ് 840, 840.